ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവന്തേക്ക്. അനിയേട്ടനെ വിവാഹം കഴിക്കുക. ഒരു പക്ഷെ ഇന്ന് വരെ തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. തന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെയാണ്. പക്ഷെ എങ്ങനെ സെറ്റാവും? ആ അനാമികയും അനിയേട്ടനും തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ, പക്ഷെ അവര് തമ്മില് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. അതിനേക്കാളുപരി നന്ദുവായിട്ട് എനിക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. അനിയെ വിവാഹം കഴിക്കുവാണെങ്കിൽ അറിയാലോ, പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഇവിടെ പ്രാക്ടിക്കലായിട്ട് വേണം ചിന്തിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കാര്യമുള്ളൂ. ഒരുപക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് നിന്റെ വീട്ടിൽ അറിയുവായിരുന്നെങ്കിൽ നിന്റെ മൂർത്തി മുത്തശ്ശനൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കും ഇത്. പഴയതുപോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ. കാരണം നീ എന്താ ഏതാന്നൊക്കെ ഇപ്പൊ അവർക്ക് ഒരു ധാരണയും കാര്യങ്ങളും ഉണ്ട്. നിന്റെ മനസ്സ് മാറി നീ ഇപ്പൊ അവരോടൊപ്പം നിൽക്കുന്നേ. അതൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോ അവന്തേക്ക് പറഞ്ഞു, അല്ല അനിയേട്ടനോട് ഇത് ആര് പറയൂന്ന് ചോദിച്ചു. അതൊക്കെ നമുക്ക് വേണ്ട വഴിയെ വേണ്ട പോലെ ചെയ്യാം, മോൾക്ക് സമ്മതമാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അല്ല അച്ഛനിങ്ങനെയുള്ളൊരു കാര്യം പറയുവാണെങ്കിൽ പിന്നെ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല അച്ഛാ. അച്ഛനോടൊപ്പം എന്തിനു വേദിന് ഞാൻ നിൽക്കും. അച്ഛൻ ആരെ കല്യാണം കഴിക്കാൻ പറയണോ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ മോള് ധൈര്യമായിട്ട് പോയിക്കോ, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മൂവ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവന്തിക വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ജലജ ചോദിച്ചു, നീ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ പുറത്തു വരെ പോയതാ. ഈ ഇടയായിട്ട് നിനക്ക് ഇത്തിരി പുറത്തു പോക്ക് കൂടുന്നുണ്ടല്ലോ. അതിന് ഞാൻ പുറത്തു പോയതുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നേ? അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല. എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ചോദ്യമില്ല പറച്ചിലുമില്ല ഒന്നുമില്ല. ഓ അമ്മ വിചാരിച്ചോണ്ടിരിക്കുന്നേ അമ്മയുടെ മോനെ പോലെ ഞാനെന്നാ. അതെ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. എന്താണ് നീ അബീനെ കുറ്റം പറയുന്നേ? നീ എന്തിനാ അബീനെ കുറ്റം പറയണെന്ന് ചോദിച്ചു. ഓ ഒരു കുറ്റമില്ല, എല്ലാ കാര്യത്തിലും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ദേഷ്യപ്പെട്ട് അവധി പറഞ്ഞു, അബിയാടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അബിയാടിന്റെ മോളാ ചന്തമോൾ എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു പക്ഷേങ്കില് ഈ പറയുന്ന നവ്യടുത്തി പോയി അത് തെളിയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ അമ്മയുടെ മുഖത്ത് ഈ ധാർഷ്ട്യമൊക്കെ കാണുമെന്ന് പറഞ്ഞു. എടി നീ സത്യത്തില് എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞാണോ? നീ എന്റെ മോള് തന്നെയാണെന്ന് ചോദിച്ചു. പിന്നല്ലാതെ എന്നിട്ടാണോ നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കണം എന്ന് ചോദിച്ചു. നീ എന്നോടൊപ്പം അബിയോടൊപ്പം അല്ലേ നിൽക്കേണ്ടെന്ന് ചോദിച്ചു. അതെ തൽക്കാലത്തേക്ക് നിങ്ങളോടൊപ്പം നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. അതെ അല്ലേലും അത് അങ്ങനെ വരത്തുള്ളൂ എന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും അവന്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ. ഇനിയിപ്പം നീ എന്നല്ല ആര് പറഞ്ഞാലും നവ്യ അന്ന് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. വിശ്വസിക്കത്തൊന്നും ഇല്ലായിരിക്കും, പക്ഷെ DNA ടെസ്റ്റ് നടത്തിയ റിസൾട്ട് കൊണ്ട് കാണിക്കുകയാണെങ്കിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പൊടിക്ക് അടങ്ങി നിൽക്കുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക്ക് അങ്ങോട്ട് കയറിപ്പോയി. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജലജയ്ക്ക്. ജലജ മനസ്സിൽ പറഞ്ഞു, ഇവള് തന്നെ ഇപ്പൊ ഏറ്റവും വലിയ ശത്രുവും തോന്നേ. അല്ലെങ്കിൽ ഇവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നു? ഓ എങ്ങനെ നിന്ന പെണ്ണ. അയർലൻഡിൽ പോയി വന്നതിന് ശേഷം അവളുടെ മാറ്റം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ്. അതേ സമയത്ത് മുത്തശ്ശന്റെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും വസ്ത്ര മുത്തശ്ശി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം കാണിച്ചുതരാം, ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും നല്ല അടിപൊളി നെക്ലേസ് എടുത്ത് മുത്തശ്ശിയെ കാണിക്കണം. ആഹാ ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ആർക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ചോദിച്ചു. ആർക്ക് വേണ്ടി ആയിരിക്കും? നയനമോൾക്കാണെന്ന് ചോദിച്ചു. അതെ നയനമോൾക്ക് തന്നെ വാങ്ങിയതാ, എനിക്ക് ചടങ്ങിന് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വസന്തരെ നീ ഇത് കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് മുത്തശ്ശി വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നന്നായിട്ട് വാങ്ങത്തില്ല. എത്ര നല്ല സെലക്ഷൻ ആണെന്നറിയാവോ? ഇത്ര നല്ല സെലക്ഷൻ ഒന്നും എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ എന്റെ മോൾക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവളൊരു ഡിസൈനർ ആണല്ലോ, അപ്പൊ ആ രീതിക്കുള്ളത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോ എനിക്കൊരു സങ്കടമുണ്ട്. സാരമില്ല വസന്തരെ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നീ ഇത് കൊണ്ടേ അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കണം. ഞാൻ വാങ്ങിയതാന്ന് ഒരു കാരണവശാലും അറിയാൻ പാടില്ല, നീ വാങ്ങിയതാന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ഞാൻ വരാത്തതിന് എന്തേലും കാരണം ചോദിച്ചിട്ടുണ്ടോ നിനക്കറിയാലോ, നീ അങ്ങോട്ട് എന്നെ കുറച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞാൽ മതി, അപ്പൊ അവർക്ക് അതൊക്കെ വിശ്വാസമാവെന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷെ ഇദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. സാരമില്ല വസന്തരെ, നീ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. അതേ യോഗം ഉണ്ടെങ്കിൽ 7-ാം മാസത്തെ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് അതിഗംഭീരമായിട്ട് നടത്താം. ആദർശ് എന്നെ പോലെ ആണെന്ന് നിനക്കറിയാലോ, കാരണം അവൻ എന്റെ കൊച്ചുമോനാ. അവന് ഉറപ്പായിട്ട് സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നീട് മുത്തശ്ശിക്ക് സന്തോഷമായി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഈ സമയത്ത് ആദർശിന് ഫോണിലേക്ക് സേവിയർ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആ എക്സ് എന്ന ആള് വിളിക്കുന്നുണ്ട്, ഡേവിഡിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്,
നേരെ മാളവികനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. മാളവി പിന്നീട് നേരെ ചെല്ലുന്ന ഡേവിഡിന്റെ ക്യാബിനിലേക്ക്. ഇപ്പൊ മാളവിക്ക് എപ്പോ വെള്ളം അവിടെ കയറി ചെല്ലാം, അത്ര സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി ചെല്ലുന്ന സമയത്താണ് മാളവി ആ കാര്യം കേൾക്കണേ. ഇന്ന് തന്നെ അവര് തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ആ എക്സ് എന്ന് പറയുന്ന ആളും ഡേവിഡും തമ്മിൽ ഹോട്ടൽ മോഡലിൽ വെച്ച് കണ്ടുമുട്ടുന്നുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള സംസാരം കേൾക്കുവാണ്. പിന്നീട് മാളവി വന്നിട്ട് ആദർശിന് മെസ്സേജ് അയക്കുവാണ്, ഹോട്ടൽ മോഡേണിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന്റെ ഒരു കാര്യം മനസ്സിലായി. വേഷം മാറി അങ്ങോട്ടേക്ക് പോകണം, അവിടേക്ക് ഈ പറയുന്ന ഡേവിഡിനെ കാണാൻ വരുന്ന ആരാന്ന് കണ്ടെത്തുക തന്നെ വേണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, ആദർശ് നേരെ ഹോട്ടൽ മോഡലിലേക്ക് പോകണം. അപ്പൊ മോഡലിലേക്ക് പോകുന്ന സാധാരണ ആദർശമായിട്ടല്ല, വേഷം മാറിയാണ് പോകുന്നത്. ജഗദീപ് സിംഗിന്റെ വേഷത്തിലാണ് ചെല്ലുന്നത്. അപ്പൊ ഇതിനു മുമ്പ് അവിടെ ചെന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ഇതിൽ പോവുകയാണ്. അപ്പൊ ഒരു ഫേക്കായിട്ട് ഐ ഡി കാർഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുകയാണ്. അപ്പൊ ആ ഫേക്ക് ഐ ഡി കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ ഡേവിഡിനെ കാണാൻ വരുന്ന ആരാ എന്താണെന്നും അറിയത്തില്ല. കുറച്ച് സമയം ആദർശ് എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങി ഫോണൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഡേവിഡിന് വേണ്ടിയിട്ടുള്ള ആ മുറിയിലേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദർശിന് സംശയം, ഇനി ആരായിരിക്കും വരുന്നതെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേണം നാഗേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. നാഗേന്ദ്രൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദർശിന് സംശയം, ഇനി ഇയാളെങ്ങാനും ആണോ എന്നൊരു ചിന്തയില് ആദർശ് അയാൾ നോക്കണം. അപ്പൊ അയാൾക്ക് മനസ്സിലായില്ല ആദർശ എന്താണെന്ന് മനസ്സിലായില്ല. പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് ഒക്കെ വെച്ചോണ്ടിറങ്ങണം. ചിലപ്പോ തന്നെ അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തനിക്കിട്ട് പണി കിട്ടുമെന്നുള്ള കാര്യം നാഗേന്ദ്രൻ അറിയായിരുന്നു. പിന്നീട് റിസപ്ഷനിസ്റ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദർശിന് ഒരു കാര്യം മനസ്സിലായി, ഇയാൾക്ക് ഈ ഹോട്ടലുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം ഡേവിഡിനെ കാണാൻ വന്നിരിക്കുന്ന ആള് ഈ മിക്കവാറും ഈ ഹോട്ടലിന്റെ ഉടമയാവാനും വഴിയുണ്ട്. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് വരുവാണ്. നയനയുമായിട്ട് സംസാരിച്ചു. നയനയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നയനെ, നമ്മുടെ മെയിൻ ശത്രു ചില്ലറക്കാരനൊന്നും അല്ല. അയാൾക്ക് ആ മോഡേൺ ഹോട്ടലായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഒരു പക്ഷേങ്കിൽ അയാളുടെ ആയിരിക്കും ഹോട്ടൽ, അല്ലെങ്കിൽ അയാൾക്ക് അത്ര പരിചയമുള്ള ആരുടെയോ ആണ്. എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണം ആദർശേട്ടൻ വേഷം മാറി പോകുന്നതൊക്കെ ചിലപ്പോൾ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. അയാൾക്ക് എന്റെ മേലെ അങ്ങനെ സംശയം തോന്നാൻ ഒരു വഴിയില്ല. ഞാൻ ആദർശാന്ന് അയാൾക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ജഗദേവ് സിംഗ് ആന്ന് മനസ്സിലായി കാണും. ജ്വല്ലറിക്കാരുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ആ കാര്യത്തിലുള്ള സംശയം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, സൂക്ഷിക്കണം. മാളവികയുടെ കാര്യത്തിലും എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷെ മാളവിക അവരെ ഒറ്റ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, അയാൾ ആരെ എന്താന്നൊക്കെ ഇനി അറിയണം. അയാൾ മാസ്ക് വെച്ചിട്ടുണ്ട്, തന്ത്രപൂർവ്വമാണ് അയാൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അയാളുടെ ഫേസ് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഡേവിഡിന് മുകളിലുള്ള അയാളാണ്. അങ്ങനെ അയാളെ കണ്ടുപിടിക്കാൻ തന്നെ ആദർശ് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.